Hello students, welcome to the 8th session in this fourth module. Today we will discuss about inclined projection on level ground. So in the previous session we have discussed horizontal projection. Now we will study about inclined projection. So this is an XY plane. Consider the motion of a projectile projected from point A. Suppose this is point A. So consider a motion of projectile projected from point A with velocity of projection u. So suppose this is the velocity u, velocity of projection u at an angle alpha. ഈ ഒരു വെലോസിറ്റി യുവിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ ഈ ട്രജക്ടറിക്ക് ടാൻജൻ്റ് ആയിരിക്കും യു. അപ്പോൾ ട്രജക്ടറി എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. So this will be the trajectory. So let the ground be a horizontal surface. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. Okay, so the particle has motion in vertical as well as horizontal direction, as we have already discussed in the previous session. Okay, there are both horizontal and vertical motion. So first we will consider vertical motion. Okay, so initial velocity എന്ന് പറയുന്നത് vertical motion ആകുമ്പോൾ initial velocity it will be vertical component. അപ്പോൾ vertical component പറയുമ്പോൾ u sin alpha ആയിരിക്കും അല്ലേ, u sin alpha. ഇതെന്ന് പറയുന്നത് u horizontal component u cos alpha ആയിരിക്കും. നമുക്കിവിടെ വെർട്ടിക്കൽ കോമ്പണൻറ്റിൽ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ആണ്. യു സൈൻ ആൽഫ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഗ്രാവിറ്റേഷണൽ ആണ്. ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ വാല്യൂ 9.81 ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പക്ഷേ ഇവിടെ ആക്സലറേഷൻ എ എന്ന് പറയുന്നത് -g ആയിരിക്കും. കാരണം -g ആവുന്നത് എന്തുകൊണ്ടാണ്? മോഷൻ മുകളിലേക്കാണ്, ആക്സലറേഷൻ താഴേക്കായിരിക്കും അല്ലേ. മോഷൻ മുകളിലേക്കാണ്, ആക്സലറേഷൻ കാരണം ടുവേർഡ്സ് ദി എർത്താണ് ആക്സലറേഷൻ. അപ്പോൾ മോഷൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എയുടെ ആക്സലറേഷൻ്റെ വാല്യൂ g അല്ല, -g ആണ്. -g, ദാറ്റ് മീൻസ് -9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Hence, initially the particle moves upward with velocity u sin alpha. u sin alpha എന്നുള്ള വെലോസിറ്റിയിൽ ഇനീഷ്യലി അത് അപ്വേർഡ് മൂവ് ചെയ്യും. ആൻഡ് ആക്സലറേഷൻ equal to -g. That means there is a retardation. And you can see that വെലോസിറ്റി ബിക്കം സീറോ. എന്തായാലും മുകളിലേക്ക് ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ റിട്ടാർഡേഷൻ അല്ലേ ഉള്ളത്. റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സീറോ. വെർട്ടിക്കൽ കോമ്പണൻറ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റി സീറോ ആവുന്നൊരു പോയിന്റ് വരും ആഫ്റ്റർ സം ടൈം. ദാറ്റ് പോയിന്റ്, ആ ഡിസ്റ്റൻസ്, ആ പോയിന്റിനാണ് നമ്മൾ സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സി. ആൻഡ് ദെൻ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ്. അപ്പോൾ അതുവരെ മുകളിലേക്ക് പോയ സാധനം പിന്നെ അത് താഴേക്ക്, ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് മൂവിങ് ഡൗൺവേർഡ്സ് വിത്ത് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ. ഓക്കെ, നൗ ഹൊറിസോണ്ടൽ മോഷൻ പറഞ്ഞു കഴിഞ്ഞാലോ, ഹൊറിസോണ്ടൽ ആണ് പറയുന്നതെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ മോഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു കോസ് ആൽഫയാണ്. So neglecting air resistance, we can say that the projectile is having uniform velocity u cos alpha. That means acceleration is 0. Horizontal motion acceleration 0 ആണ്. അപ്പോൾ u cos alpha എന്നുള്ള വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്കും പോവുക. Now we will try to get the equation of trajectory. സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോയിന്റ്, ഒരു പി എന്നുള്ള പോയിന്റ് എടുത്തു. അതിൻ്റെ കോർഡിനേറ്റ്സ് XY എന്നുള്ള കോർഡിനേറ്റ്സ്. ആഫ്റ്റർ ടി സെക്കൻഡ്സിൽ പി എന്നുള്ളൊരു പോയിന്റ് എത്തി. പോയിന്റിൽ XY പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സും വൈയും. ഓക്കെ, XY കോർഡിനേറ്റ്സ്.
നമുക്കറിയാം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ, വെർട്ടിക്കൽ മോഷൻ അനലൈസ് ചെയ്യുമ്പോൾ എസ്സിന് പകരം ഞാൻ പി ആണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. പി എന്നുള്ള പോയിന്റിൻ്റെ വെർട്ടിക്കൽ മോഷൻ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എസ് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് വൈ ആണ്. സോ ദാറ്റ് മീൻസ് വൈ ഈസ് ഈക്വൽ, എസിന് പകരം വൈ ഇട്ടു. യു ടി എന്ന് പറയുന്നത് യു സൈൻ ആൽഫയാണ്. വെർട്ടിക്കൽ കോർഡിനേറ്റിൽ യു എന്ന് പറയുന്നത് യു സൈൻ ആൽഫയാണ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ എന്ന് എഴുതാം. ഓർ വൈ ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, പിന്നെ ഹൊറിസോണ്ടൽ എടുത്തു കഴിഞ്ഞാലോ, അഗെയിൻ ഹൊറിസോണ്ടലിൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് എക്സ് ആണ്. യു എന്ന് പറയുന്നത് യു കോസ് ആൽഫയാണ്. യു കോസ് ആൽഫ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിൽ എ 0 ആയതുകൊണ്ട് ഈ കോമ്പണൻറ്റ് 0 ആയിപ്പോയി. സോ എക്സ് ഈക്വൽ ടു യു കോസ് ആൽഫ ടി, വൈ ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷന് ടിയുടെ വാല്യൂ ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് ആൽഫ എന്ന് കിട്ടും. എക്സ് ബൈ യു കോസ് ആൽഫ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ടി ഹിയർ, y will become u sin alpha into x by cos alpha, x by u cos alpha, minus half g into t ക്ക് പകരം x by u cos alpha whole square. Okay, so sin alpha by cos alpha എന്നുള്ളത് tan alpha. So y is equal to u tan alpha into x ഉണ്ട് മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ വരും. ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ യു കോസ് ആൽഫ ഹോൾ സ്ക്വയർ. ഓക്കെ, ആക്ച്വലി ഇവിടെ ഒരു യു ഉണ്ടല്ലോ, ഈ യുവും യുവും ക്യാൻസലായി. സോറി, ഇത് യു ഇല്ല കേട്ടോ. സോ ഇറ്റ് വിൽ ബി എക്സ് ടാൻ ആൽഫയാണ് മൈനസ് ഹാഫ് ജി ബൈ യു സ്ക്വയർ വരും, ഒരു എക്സ് സ്ക്വയർ വരും. പിന്നെ 1 ബൈ കോസ് സ്ക്വയർ ആൽഫ എന്നുള്ളത് 6 സ്ക്വയർ ആൽഫ എന്നുള്ളത് 6 സ്ക്വയർ ആൽഫ. സോ വൈ ഈസ് ഈക്വൽ ടു എക്സ് ടാൻ ആൽഫ minus half gx square by u square into 6 square alpha. ഈ 6 square alpha നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ഉണ്ട്. 6 square alpha is equal to 1 plus tan square alpha ആണ്. So y equal to x tan alpha minus half gx square by u square into 1 plus tan square alpha. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു, അതായത് y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഈ ഇക്വേഷൻ. സോ നിങ്ങൾ ജിയോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ്സസ്. ദിസ് ഇക്വേഷൻ റെഫേഴ്സ് ടു എ പരാബോള. സോ ദിസ് ഈസ് an equation of parabola. Hence the equation of the trajectory is parabola. അപ്പോൾ അതൊരു പാരാബോളിക് ട്രജക്ടറി ആണ്. ആ പാർട്ടിക്കിൾ ഒരു കർവിലിംഗ് മോഷനിൽ ട്രേസ് ചെയ്യുക. ഓക്കെ, അതവിടെ വെക്കുക. ഇനി മാക്സിമം ഹൈറ്റ് കാണാൻ. മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഈ ഫിഗറിൽ നമുക്കറിയാം സി എന്നുള്ള പോയിന്റിൻ്റെ ഹൈറ്റാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. So this is the maximum height. അതെങ്ങനെ കാണാം? അത് കാണണമെങ്കിൽ ടു കൺസിഡർ ദി വെർട്ടിക്കൽ മോഷൻ. മാക്സിമം ഹൈറ്റ് കാണാൻ വെർട്ടിക്കൽ മോഷൻ എടുക്കുക. വെർട്ടിക്കൽ മോഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ ആൽഫയാണ്. ഫൈനൽ വെലോസിറ്റി
സീറോ ആണ്. കാരണം ഒരു സി മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി സീറോ, കാരണം അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്ട് ചെയ്ത് ആ വെലോസിറ്റീനെ സീറോ ആക്കുന്ന ഒരു പോയിന്റ് എത്തും. അവിടെ നിന്നാണ് തിരിഞ്ഞ് വെലോസിറ്റി സീറോയിന് ശേഷമാണ് തിരിഞ്ഞ് താഴേക്ക് വരിക. അപ്പോൾ മുകളിലേക്ക് പോയി ഒരു പോയിന്റ് സി മാക്സിമം ഹൈറ്റ് എത്തിയിട്ടാണ് താഴേക്ക് വരിക. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി സീറോ ആണ്. ആക്സലറേഷനോ മൈനസ് ചെയ്യാൻ, ആക്സലറേഷൻ മൈനസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സലറേഷൻ ഒക്കെ അറിയാം. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്നുള്ള ഈ ഇക്വേഷൻ. അതിൽ വി എന്ന് പറയുന്നത് സീറോ ആണ്, യു എന്ന് പറയുന്നത് യു സൈൻ ആൽഫ ആണ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ജി ആണ്. എക്ക് പകരം മൈനസ് ജി ഇൻറ്റു എന്താണ് എച്ച്, മാക്സിമം ഹൈറ്റ് എച്ച്. സോ എച്ച് ഈസ് നത്തിങ് ബട്ട് u square sin square alpha by 2g. So maximum height of a projectile is u square. So maximum height u square sin square alpha by 2g. And time required to reach maximum height, അതായത് എ എന്നുള്ള പോയിന്റിൽ നിന്ന് സി എന്നുള്ള പോയിന്റിലേക്ക് എത്താനുള്ള ടൈം, മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈം ഫിഗർ നോക്കാം. എ എന്നുള്ള പോയിന്റിൽ നിന്ന് സി എന്നുള്ള പോയിന്റിലേക്ക് എത്താനുള്ള ടൈമാണ് മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. സോ എ ടു സി. സോ അവിടെയും നമുക്ക് എന്ത് നോക്കാം, ഇറ്റ് ഈസ് ബെറ്റർ ടു അനലൈസ് വെർട്ടിക്കൽ മോഷൻ. സോ വെർട്ടിക്കൽ മോഷനിൽ നമുക്ക് അഗൈൻ ഇക്വേഷൻ എഴുതാം. നമുക്ക് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതിൽ വി സീറോ ആണ്, യു സൈൻ ആൽഫയാണ്, എ ടി മൈനസ് ജി ആണ്, മൈനസ് ജി ടി. അപ്പോൾ ടി എന്നുള്ളത് യു സൈൻ ആൽഫ ബൈ ജി വന്നു, യു സൈൻ ആൽഫ ബൈ ജി. So that is time required to reach maximum height u sin alpha by g. അപ്പോൾ നമുക്കറിയാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടുന്ന് ഇവിടത്തേക്ക്, അതായത് എ ടു സി എത്താനുള്ള ടൈം എന്ന് പറഞ്ഞാൽ യു സൈൻ ആൽഫ ബൈ ജി ആണ്. അപ്പോൾ സി ടു ബി, സപ്പോസ് ഈ പോയിന്റ് ബി ആണെങ്കിൽ സി ടു ബി എത്താനുള്ളത് എന്തായിരിക്കും, സെയിം ടൈം ആയിരിക്കും. കാരണം ഇതൊരു സിമെട്രിക് പാത്താണ്, അങ്ങനെയാണെങ്കിൽ സെയിം ടൈം. പക്ഷെ നമുക്കത് സെയിം ടൈം, അപ്പോൾ ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ 2u സൈൻ ആൽഫ ബൈ ജി അല്ലേ കിട്ടുക. പക്ഷെ അത് നമുക്കൊന്ന് ഡയറക്റ്റ് നമ്മളെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ഡിറൈവ് ചെയ്ത് നോക്കാം. സോ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിൽ എസ് എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ മോഷനാണ് അനലൈസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ മോഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ ടോട്ടൽ എൻഡ് ഓഫ് ഫ്ലൈറ്റിൽ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്, ഈ പോയിന്റ് എയും ബിയും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്താണ്, സീറോ ആണ്. സീറോ യു എന്ന് പറയുന്നത് ഒന്നുകൂടെ എഴുതാം, സീറോ ആയതുകൊണ്ട് സീറോ ആക്ച്വലി എസ് ഈസ് ഈക്വൽ ടു സീറോ. സോ സീറോ ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ യൂസ് ചെയ്യും. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. സോ ദാറ്റ് മീൻസ് സീറോ ഈസ് ഈക്വൽ ടു ടി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യു സൈൻ ആൽഫ മൈനസ് ഹാഫ് ജി ടി എന്നുള്ള ഇക്വേഷൻ വരും. അപ്പോൾ ടി ഇൻറ്റു യു സൈൻ ആൽഫ മൈനസ് ഹാഫ് ജി ടി മീൻസ് ടി ഒന്നിക്കൽ ടി സീറോ അല്ലെങ്കിൽ ഈ ടേം സീറോ. കാരണം ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ് സീറോ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സീറോ ആയിരിക്കും. ഒരിക്കലും ടി സീറോ അല്ല, കാരണം ടൈം പോസിറ്റീവ് വാല്യൂ ആണ്, ടൈം സീറോ അല്ല. അപ്പോൾ സീറോ ആവുന്നത് യു സൈൻ ആൽഫ മൈനസ് ഹാഫ് ജി ടി ആണ്. യു സൈൻ ആൽഫ മൈനസ് ഹാഫ് ജി ടി ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ടി ഈസ് ഈക്വൽ ടു 2u സൈൻ ആൽഫ ബൈ ജി. അപ്പോൾ നമുക്ക് നേരത്തെ ഹാഫ് ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ് എത്താനുള്ള ടൈം യു സൈൻ ആൽഫ ബൈ ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ടൈം
2u സൈൻ ആൽഫ ബൈ ജി എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെടുത്ത ലോജിക് ഉണ്ട്, ഞാനൊരു അസംഷൻ പറഞ്ഞില്ലേ. അതായത് എ ടു സി എത്താൻ യു സൈൻ ആൽഫ ബൈ ജി ആണെങ്കിൽ സി ടു ബി എത്താനും യു സൈൻ ആൽഫ ബൈ ജി ആണ്. അപ്പോൾ എന്ന് ബിയിലേക്കുള്ള ടോട്ടൽ ടൈം യു സൈൻ ആൽഫ ബൈ ജി പ്ലസ് യു സൈൻ ആൽഫ ബൈ ജി, ദാറ്റ് മീൻസ് 2u സൈൻ ആൽഫ ബൈ ജി. ദാറ്റ് മീൻസ് ടോട്ടൽ ടൈം ടി ടോട്ടൽ എന്ന് പറയുന്നത് 2u സൈൻ ആൽഫ ബൈ ജി തന്നെയാണ്. അടുത്തത് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ എ എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് എ ഇത് ബി, ഈ ഡിസ്റ്റൻസാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൊറിസോണ്ടൽ, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ മോഷനാണ് അനലൈസ് ചെയ്യേണ്ടത്. ഹൊറിസോണ്ടൽ മോഷനിൽ റേഞ്ച് എസ് ഈസ് ഈക്വൽ ടു അഗെയിൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അതിൽ എസ്സിന് നമുക്ക് റേഞ്ച് എടുക്കാം, യുവിന് യു കോസ് ആൽഫ കാരണം ഹൊറിസോണ്ടലാണ്, ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ 0 കാരണം എ 0 ആണ്. ബട്ട് ടി ഓൾറെഡി ടോട്ടൽ ടൈം ടി ടോട്ടലാണ്. സോ യു കോസ് ആൽഫ ഇൻറ്റു 2u സൈൻ ആൽഫ ബൈ ജി ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ യു കോസ് ആൽഫ ഇൻറ്റു 2u സൈൻ ആൽഫ ബൈ ജി. സോ റേഞ്ച് ഈസ് നത്തിങ് ബട്ട് യു സ്ക്വയർ ഇൻറ്റു 2 കോസ് ആൽഫ സൈൻ ആൽഫ ബൈ ജി എന്ന് കിട്ടും. ഈ 2 കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ടാവും, സൈൻ എ പ്ലസ് ബി ആണ്. സൈൻ എ പ്ലസ് ബി ആണ്, സൈൻ ഓക്കെ 2 കോസ് എ സൈൻ എ എന്ന് പറയുന്നത് സൈൻ 2a ആണ്. ഓക്കെ സൈൻ 2a. So here we can substitute range is equal to u square sine 2 alpha by g, sine 2 alpha by g. So range of the projectile motion is u square sine 2 alpha by g. Range r is square sine 2 alpha g. Maximum range of r max എന്തായിരിക്കും? ആർ മാക്സിമം കിട്ടണമെങ്കിൽ സൈൻ യു ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ജി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈൻ 2 ആൽഫയുടെ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ സൈൻ 2 ആൽഫയുടെ മാക്സിമം വാല്യൂ 1 ആണ്. സോ ആർ മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആയിരിക്കും, വേർ സൈൻ 2 ആൽഫ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സൈൻ 2 ആൽഫ ഈക്വൽ ടു 1 മീൻസ് 2 ആൽഫ എന്തായിരിക്കും? സൈൻ 90 അല്ലേ 1, 90 ആയിരിക്കും. ഗീവ്സ് ആൽഫ 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രി പ്രൊജക്ഷൻ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടും. മാക്സിമം റേഞ്ച് കിട്ടാൻ ആൽഫ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ, നമ്മൾ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി എന്ന് പറഞ്ഞു. സോ സൈൻ 2 ആൽഫ എന്ന് പറയുന്നത് റേഞ്ച് ഇൻറ്റു ജി ബൈ യു സ്ക്വയർ ആണ് അല്ലേ. പക്ഷേ നമുക്കറിയാം സൈൻ 2 ആൽഫ ഈസ് ഈക്വൽ ടു അഗെയിൻ സൈൻ 180 മൈനസ് 2 ആൽഫയാണ്. സൈൻ 180 മൈനസ് 2 ആൽഫയാണ്. അപ്പോൾ ദർ ആർ 2 വാല്യൂസ് ഓഫ് ആൽഫ വിച്ച് ഗീവ് ദ സെയിം റിസൾട്ട്. ഓക്കെ, അപ്പോൾ 2 ആൽഫ എന്നുള്ളത് എയും 180 മൈനസ് 2 ആൽഫ എന്നുള്ളത് ബിയുമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രണ്ട് വാല്യൂ എക്കും ബിക്കും സെയിം വാല്യൂ കിട്ടും. അപ്പോൾ സൈൻ എ ഈസ് ഈക്വൽ ടു സൈൻ ബി ആണ്. അപ്പോൾ എ ആയാലും ബി ആയാലും എന്ത് കിട്ടും? സെയിം റേഞ്ച് കിട്ടും. അപ്പോൾ 2 ആൽഫ എ, അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എ ബൈ 2 ആണ് അല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ആൽഫ എന്നുള്ളത് 2 ആൽഫ എ ആയിട്ട് എടുത്താൽ ബി 2 ആൽഫ ഈസ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് 2 ആൽഫ എന്നല്ലേ, 180 മൈനസ് എ ഈസ് ഈക്വൽ ടു ബി അല്ലേ. or a plus b is equal to 180. That means actually a എന്ന് പറയുന്നത് 2 ആൽഫയാണ്. 2 ആൽഫ
ബെറ്റർ ഒരു കാര്യം ചെയ്യും, 2 ആൽഫ ഉണ്ട് അല്ലേ, എ ബി എന്ന് എടുക്കുന്നതിന് പകരം രണ്ട് വാല്യൂ ആണ്. ഈ 2 ആൽഫ ഒരു വാല്യൂ, 180 - 2 ആൽഫ വേറെ വാല്യൂ. അപ്പോൾ ഇതിന് 2 ആൽഫ 1 കിട്ടും, ഇത് 2 ആൽഫ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 ആൽഫ ഇസ് ഈക്വൽ ടു 2 ആൽഫ 1 മീൻസ് ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ 1 എന്ന് കിട്ടും. ഓക്കെ, സോ 180 മൈനസ് 2 ആൽഫയിൽ ഇസ് ഈക്വൽ ടു 2 ആൽഫ 2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ 90 മൈനസ് ആൽഫയാണ് ആൽഫ 2. അപ്പോൾ ആൽഫ 2 എന്ന് വെച്ചാൽ 90 മൈനസ് ആൽഫയും ആൽഫ 1 എന്ന് വെച്ചാൽ ആൽഫ. ദാറ്റ് മീൻസ് ആൽഫ 1 ഈസ് ആൽഫ, ആൽഫ 1 ഈസ് ആൽഫ, ആൽഫ 2 ഈസ് 90 മൈനസ് ആൽഫ. ഓക്കെ, so that means alpha 1 plus alpha 2 is alpha plus 90 minus alpha, that is 90. ഇപ്പോൾ രണ്ടിൻ്റെയും സമ്മ്, ആൽഫ 1ൻ്റെയും ആൽഫ 2ൻ്റെയും സമ്മ് 90 ആയിരിക്കണം. 90. So there are 2 angles of projection for the required range. ഇപ്പോൾ ഒന്ന് 45 പ്ലസ് തീറ്റയൊക്കെ, ഒന്ന് 45 മൈനസ് തീറ്റ. ഓക്കെ, ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതൊന്നും ഓർത്ത് വെച്ചാൽ മതി, കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. ജസ്റ്റ് ഞാൻ ഒരു എന്താണ് ഇൻഫോർമേഷൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആകെ മനസ്സിലാക്കി വെക്കേണ്ടത് റേഞ്ച് കാണാൻ പഠിക്കുക, മാക്സിമം റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, പിന്നെന്താണ് മാക്സിമം ഹൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so with this I am concluding this session. The next session we will do 2-3 problems related to this inclined projection. Thank you.